നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിലെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. എന്തൊക്കെ പറഞ്ഞാലും ആളൂർ എന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രശസ്തനായ വക്കീലിൻ്റെ അന്ത്യം ആദായങ്ങൾ അർപ്പിച്ചുള്ളൂ. മറ്റൊന്ന്, നമ്മുടെ സമൂഹം എത്ര കണ്ട് അതമ്പതിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒറ്റ ഉദാഹരണം. 9 വയസ്സായ പെൺകുട്ടി അമ്മയാകുന്നു. 14 വയസ്സുകാരൻ ഇടുക്കിയിൽ 3 മന്ദബുദ്ധികളെ പെൺകുട്ടികളെ ആങ്ങളെ നശിപ്പിക്കുന്നു. ഇത് പറയാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. അത്ര കണ്ട് ലോകം അതൊക്കെ കാരണം ഈ യൂട്യൂബ് വഴി കാണുന്ന മൃഗങ്ങളായിട്ടും കുഞ്ഞുമക്കളായിട്ടൊക്കെ ഇണചേരുന്നത് കണ്ട് മക്കളങ്ങനെ അഡിക്റ്റായി പോവാണ്, നശിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ കാരണം ബഹുമാന്യം നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ സത്യം ഇതാണ്, കേട്ടോളൂ. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, അമേരിക്കയാണ് ലോക പോലീസ്, അമേരിക്കൻ പ്രസിഡൻ്റാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. തെറ്റായ ധാരണയാണ്. അതും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് യാഥാർത്ഥ്യം? ഈ അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നിയന്ത്രിക്കുന്ന 3 ശക്തികളുണ്ട് ലോകത്ത്. 3 ശക്തികൾ. പണ്ട് 2 ശക്തി ഉണ്ടായുള്ളൂ. ഒന്ന് ലഹരി മാഫിയും, ഒന്ന് ആയുധ മാഫിയും. ഇപ്പം 3ാമത് ശക്തി ആരാണ്? അവയവ ലോബി. അത് വൻ ബിസിനസ് തന്നെയാണ്. ഒരു ഹൃദയത്തേക്ക് 1 കോടി, 2 കോടി, 5 കോടിയൊക്കെയാണ് ചാർജ് ചെയ്തത്. ഈ 3 വിഭാഗമാണ് ഇന്ന് അമേരിക്കയെ പോലും നിയന്ത്രിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നിയന്ത്രിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിൽ കൊളംബോ ഒരു സംസ്ഥാനമാണ്, വലിയ ശക്തിയുള്ള അധികാരമുള്ള വലിയ ഇതാണ്. ആ കൊളംബോ സംസ്ഥാനത്ത് അവിടെയാണ് ഈ ലഹരിയുടെ കേന്ദ്രം. എന്നിട്ട് പാലാ അച്ഛൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക് ജിഹാദൊന്നും അല്ല. ലോകത്തിലെ ലഹരി വസ്തുക്കളെ ടോട്ടലി നിയന്ത്രിക്കുന്നത് അമേരിക്കയിലെ കൊളംബോയിലെ വൻ കോടീശ്വരന്മാരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും സ്വർണത്തിന് 1 പവന് ഇപ്പോൾ കൂടിയ വില 77,000 മറ്റാണ്. അങ്ങനെയാണെങ്കിൽ 1 കോടി താഴെ ഇപ്പോഴും 1 കിലോ സ്വർണത്തിന് വിലയുള്ളൂ. ഇപ്പോഴത്തെ കൂടിയ വില, പണ്ടൊക്കെ ഒരു 50 അര കോടി ഉണ്ടായതുള്ളൂ. 1 കിലോ സ്വർണത്തിന് 1 കോടി താഴെയാണ് ഇപ്പോഴത്തെ കൂടിയ വില, പരമാവധി വിലയാണ് ഇപ്പോൾ അത്. എന്നാൽ 1 കിലോ ഹെറോയിൻ പോലെയുള്ള വസ്തുക്കൾക്ക് ലോക മാർക്കറ്റിൽ ഇന്ത്യൻ രൂപ 100 കോടിയാണ്. അതായത് $1 കോടി വിലയാണ്. $1 കോടി ഏതാണ്ട് 90 ഇപ്പോഴത്തെ കണ്ടിട്ടില്ല, ഒരു 100 കോടിയോളം വരും. അപ്പം 1:100. പണ്ട് കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഒരു 1:200 ആയിരുന്നു. അര കോടിയായിരുന്നു ഇപ്പോൾ സ്വർണ്ണത്തിന്, 1 കിലോ സ്വർണ്ണത്തിന്. അതിപ്പോൾ കൂടി തന്നെ 1 കോടി ആകുമ്പോൾ 1:100 ആണ്. തന്നെയല്ല, ലോകത്തെ ഈ സാധനം ഇല്ലാതെ പ്രത്യേക യൂറോപ്യൻ കൺട്രീസിൽ ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ലഹരിയുടെ ആ പിന്നെ ഇതും വേണം, പിന്നെ ഇന്ധനം കത്തിച്ച് കിട്ടുന്ന എനർജി ഹീറ്റും വേണം. ഇതില്ലാതെ പറ്റില്ല. അതറിയണമെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് തമിഴൻ്റെ ലോറിയുടെ പുറകിൽ പോകുമ്പോഴേ ആ വണ്ടിയുടെ, നമ്മൾ ഏതാണ്ട് മഴക്കോട്ട കെട്ടി 2 വീലർ പോവുകയാണെങ്കിൽ വിറച്ച പോകുമ്പോൾ ആ വണ്ടിയുടെ സൈലൻസിൽ നിന്ന് വരുന്ന കാറ്റ്, ചൂട് കാറ്റല്ലോ, ആ കാറ്റ് നമുക്ക് കിട്ടിയ ഒരു ആശ്വാസം തോന്നും. അതേ സ്ഥാനത്ത് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് യൂറോപ്യൻ കൺട്രീസിൽ 0, 20, 30 ഡിഗ്രി തണുപ്പിലാണ്. 2 അടി, 3 അടി, 4 അടി പൊക്കത്തിലാണ് മഞ്ഞുകട്ടകൾ. ആ മഞ്ഞുകട്ടകൾ തള്ളി മാറ്റാൻ തന്നെ ഒരു പ്രത്യേക യന്ത്രമുള്ള വാഹനമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഹീറ്റ് കിട്ടിയെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നം തന്നെ വേണം. മറ്റേ ലഹരി കിട്ടണമെങ്കിൽ അത് ഈ കഞ്ചാവ് പോലെയുള്ള അല്ലെങ്കിൽ ഹെറോയിൻ പോലുള്ള വേണം. ഈ ഹെറോയിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് ഉൽപ്പാദിക്കുന്ന രാജ്യം ഈ അഫ്ഗാനിസ്ഥാനാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ പിന്നെ 2ാമത്തെ സ്ഥാനം ഇവിടെ അറിയോ? നിങ്ങൾക്കറിയോ? അത് കൊച്ചി, കേരളത്തിൽ ഇടുക്കി കേന്ദ്രമായിട്ടാണ്. അങ്ങനെയാണ് കേരളത്തിൽ ഈ ആൾ ദൈവങ്ങൾ വരുന്നത്. ഈ ആൾ ദൈവങ്ങൾ കേൾക്കാം ഗ്രീൻ ചാനൽ വഴി വിമാനത്തിൽ കൂടി പോകാം. അപ്പോൾ 4 or 5 സൂട്ട് കേസ് കൊണ്ടുപോകുമ്പോൾ ഒരു സ്വർണം കിട്ടുമ്പോൾ ഇത് അറിയാൻ പറ്റില്ല, ചെക്ക് ചെയ്യാൻ പറ്റില്ല.
സ്വർണ്ണമാണെങ്കിൽ നമുക്ക് എവിടെ വയറ്റി കിടന്നാൽ പോലും കണ്ടുപിടിക്കാം. ഇതിന് അതിൻ്റെ യന്ത്രമുണ്ട്. ഇതതില്ല. അപ്പോൾ 30 കിലോ കൊള്ളുന്ന ഒരു സൂട്ട് കേസ്, 5 സൂട്ട് കേസ്, ഒരു സൂട്ട് കേസിൽ 30 കിലോ ഉണ്ടെങ്കിൽ എത്ര കിലോ വരും? 1 കിലോയ്ക്ക് $1 കോടി. 30 കോടി ഡോളർ. 30 കോടി ഡോളർ ഇൻറ്റു 80 എന്ന് പറയുമ്പോൾ 30 124 2500 കോടിയോളം രൂപ വരും. ഒരൊറ്റ സൂട്ട് കേസ് കൊണ്ടുവന്ന സാധ്യത അത് ഇന്ത്യൻ മാർക്കറ്റിൽ 2500 കോടിയോളം. 30 രൂപയാണ് അത് 124. 30 242 അതായത് 2500 രൂപ വരും ഒരു സൂട്ട് കേസ്. അങ്ങനെ ഒരു ദിവസം ഈ ആൾ ദൈവങ്ങൾ ഒരു കൊല്ലത്തിൽ എത്ര പ്രാവശ്യം വിദേശത്ത് പോകുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമാണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തന്നെയുമല്ല, പണ്ട് കാലത്ത് ഇത് കഞ്ചാവ് ഉൽപ്പന്നം, ഇത് പിന്നെ വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് വേണം കപ്പലിൽ കൊണ്ടുപോകാൻ, വിമാനത്തിൽ കപ്പലിൽ കൊണ്ടുപോകാൻ. അതെന്ത് ബുദ്ധിമുട്ടാണ്. അത് ഉദാഹരണം ഞങ്ങൾ പറഞ്ഞുതരാം. ഈ കുരുമുളക് കൊണ്ടുപോകുമ്പോഴല്ലോ, പണ്ട് കുരുമുളകായിട്ട് പോകുന്നു, ഇപ്പോൾ അത് എസെൻസ് എടുത്തിട്ടാണ് ഫോറിൻ കൺട്രീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വളരെ 1:100 1 കിലോ മറ്റേ 100 സ്പേസ് മതി. അത് കഴിഞ്ഞ് പിന്നെ ഈ പട്ടികൾക്ക് പ്ലാസ്റ്റിക് ക്യാപ്സ്യൂൾ കൊടുത്തിട്ട് അവിടെ വിദേശത്ത് ചെല്ലുമ്പോൾ അത് നക്കാനും അല്ല അപ്പി ഇട്ടിരുമ്പോൾ എടുക്കാൻ വേണ്ടി അങ്ങനെ എത്ര കൊണ്ടുപോകാൻ പറ്റും? വളരെ ചെറുതല്ലേ. അപ്പോൾ ഇത് വൻ വ്യവസായത്തിന് വേണ്ടിയാണ് ഈ ആൾ ദൈവങ്ങൾ. കേരളത്തിൽ പോലുള്ള ആൾ ദൈവങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസിഡന്റിനേക്കാൾ മുകളിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ബുദ്ധിയുള്ള തലമുറ മനസ്സിലാക്കണം. അവിടെ ജാതിയ മതം ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്, മനുഷ്യത്വം മാത്രം ചിന്തിക്കാവുള്ളൂ. ഈ അമേരിക്കയിലെ കൊളംബോ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ മുൻപിൽ അവിടുത്തെ കോടതി പോലും തോറ്റെടുക്കുകയാണ്. ജഡ്ജിമാർ അവർക്കെതിരെ വിധി പറയില്ല. വിധി പറഞ്ഞ് പിറ്റേന്ന് കഴുത്തിന് പോലും തലയുണ്ടാവില്ല. ഇതേ അവസ്ഥയാണ് ഈ കേരളത്തിലും. ഇന്ത്യ മൊത്തത്തിൽ കേരളത്തിൽ പോലും ഇവിടുത്തെ ആൾ ദൈവങ്ങൾ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെ മുകളിലാണ്. അതുള്ള അവർക്ക് നിയമമില്ല. ലക്ഷ്യമുള്ളവർ പ്രഭുവാണെങ്കിൽ കോടിയുള്ളവർ ഈശ്വരന്മാർക്കൂടെ നിയമമില്ല. നിയമമുണ്ട് ഈശ്വരന്മാർക്കില്ല. അതുതന്നെ കോടീശ്വരൻ മനുഷ്യർക്ക് അവർക്ക് നിയമമില്ല, കോടികളുടെ ഇടപാടാണ്. അതാണ് ഇപ്പോൾ പുലിനകം വെച്ചിട്ട് മന്ത്രിയാണ്, സവർണ മന്ത്രിക്ക് കുഴപ്പമില്ല. ഒരു പുല യുവാവ് വെച്ചപ്പോൾ ഇപ്പോൾ അകത്ത് കിടക്കാണ്, ഇന്നിപ്പോൾ ജാമ്യത്തിറക്കിയെന്ന് പറയും. അപ്പം അങ്ങനെയെല്ലാം പോകുന്നതിൻ്റെയൊക്കെ അർത്ഥം ഈ ലോകം ഏതാനും യൂറോപ്യൻ കൺട്രീസിൻ്റെ കയ്യിലുള്ള കുത്തുകയായിരിക്കണം. അവർ ആധിപത്യമായിരിക്കണം, അവരുടെ മേൽക്കോയ്മയിലായിരിക്കണം. അതിനുവേണ്ടി ജനസംഖ്യ വർധന തടയും, മറ്റ് രാജ്യങ്ങളിൽ വികസനം തടയും, മറ്റ് രാജ്യങ്ങളിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കും, മറ്റ് രാജ്യങ്ങൾ നമ്മൾ പരസ്യ യുദ്ധം ഉണ്ടാക്കും. കാരണം യുദ്ധം ഉണ്ടാക്കിയാലേ ആയുധം വിറ്റുള്ളൂ. ഈ ആയുധം വിൽക്കുമ്പോഴേ നമ്മൾ അമേരിക്കയിലെ ക്ലിൻ്റൺ എന്നൊരു പ്രസിഡൻ്റായിരുന്നു, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ ആ ക്ലിൻ്റൺ അധികാരത്തേത് 2 വർഷത്തോളം ലോകത്ത് യുദ്ധം ഉണ്ടായില്ല. അപ്പോൾ ആയുധ ലോബിക്ക് ഇഷ്ടമായോ? കാരണം ശവപ്പെട്ടി വിൽക്കുന്നതിന് എന്താണ്, ശവം കൂടുതലുണ്ടാകുന്നില്ല. അതുപോലെ ആയുധം ഉള്ളവർ അത് വിറ്റുപോകാതെ വന്നപ്പോൾ തടസ്സമായി. അവസാനം പമീല എന്നൊരു കേസ് എടുത്തിട്ട്, ഒരു പെണ്ണ് കേസ് എടുത്തിട്ട് ക്ലിൻ്റൺ. അപ്പോൾ ആ കേസ് മാറ്റിയെങ്കിൽ യുദ്ധം സന്നാഹണം. അങ്ങനെയാണ് സുഡാനിലേക്ക് കുറച്ച് ബോംബ് അയച്ചു. അതോടെ ആ പമീല കേസ് തീർന്നു. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. ഇതിൻ്റെയൊക്കെ മറ്റൊരു കാര്യം നിങ്ങൾ പറയാം, നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ തെറ്റിദ്ധരിക്കുകയോ എന്നെ രാജ്യദ്രോഹിയായിട്ടും കണക്കാക്കരുത്. ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹി തന്നെയാണ്, കറതീർന്ന രാജ്യസ്നേഹിയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാറിനെ കുറിച്ച് വളരെയധികം ചില കോഡുകളിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില കോഡിൽ അതുപോലെ തന്നെ അഭിപ്രായമുണ്ട്. രണ്ടുമുണ്ട്. കാരണം എന്നെക്കുറിച്ച് ഒരു വിഭാഗം കൂടുതൽ എതിർക്കുന്നെങ്കിൽ മറ്റൊരു വിഭാഗം എന്നെ കൂടുതൽ ഇഷ്ടപ്പെടും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ സംഘപരിവാറിൻ്റെ ഉത്ഭവം, അതിൻ്റെ കേന്ദ്രം ആരാണ്? വാസ്തവത്തിൽ ഇന്ത്യയിൽ RSS രൂപം കൊടുത്തത് ബ്രിട്ടനല്ലേ? അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് തന്നെ 2025 RSS രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ, 1925. പക്ഷെ അതേസമയത്ത് ബ്രിട്ടൻ അതിന് മുമ്പ് തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ അറിയാതെ നിങ്ങൾക്ക് ബംഗാൾ വേണ്ടു. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളും മറ്റേ ഹിന്ദുക്കളും യോജിച്ചു നിന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ലോകത്ത് 1ാം ശക്തിയാവും. അപ്പോൾ ഇന്ത്യക്ക് തകർക്കേണ്ടത്, നശിപ്പിക്കേണ്ടത് ഈ ലോക മേൽക്കോയ്മ ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ആവശ്യമാണ്. അങ്ങനെ അവർ ഇന്ത്യയെ 2ആക്കി. പിന്നെ 6 സംഘപരിവാർ രൂപം കൊടുത്തു.
അതും 2 രൂപങ്ങളാക്കി. അത് കഴിഞ്ഞ് പിന്നെ ബംഗ്ലാദേശ് രണ്ടാക്കി, പാകിസ്ഥാൻ രണ്ടായി, ബംഗ്ലാദേശായി. ഇതൊക്കെ ചെയ്യുന്ന അർത്ഥം ഈ ഇന്ത്യയിലെ ഈ വർഗീയവാദികൾ അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന RSSകാർ ചെയ്ത ഒരു തെറ്റ് ഇതാണ്. ഈ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ അവർ പോലെ വിദേശ ശക്തികൾ ഇതിന് സ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരത് പെട്ടുപോയി എന്നുള്ളതാണ്. അത് ആ തെറ്റാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഇന്ത്യൻ ജനതയാണ്. അപ്പോൾ നിങ്ങൾക്കല്ലേ അങ്ങനെ ധ്രുവങ്ങൾ വളർത്തി വളർത്തി മനുഷ്യർ തമ്മിൽ അകത്തി. ഇപ്പോൾ ഇത് കർണാടകയിൽ ഒരു മാനസിക രോഗിയായ ഒരു പയ്യൻ, 10-30 വയസ്സുള്ള പയ്യൻ, ഒരു അമ്പലത്തിൻ്റെ അടുത്തുള്ള കളി കാണാൻ പോയി. അവിടെ വെച്ച് വെള്ളക്കുപ്പിയായിട്ട് തർക്കം ഉണ്ടാക്കിയതാണ്. മാനസിക രോഗിയാണല്ലോ. ആ തർക്കം ഉണ്ടാക്കിയപ്പോൾ ഈ വെള്ളക്കുപ്പി ഇടുന്ന ആ ആളും തമ്മിൽ ശക്തിയിൽ പയ്യന് തോൽക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ബഹളം ഉണ്ടാക്കി പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചാൽ മതി, അങ്ങനെ ആൾക്കൂട്ടം കൂടി അങ്ങനെ തല്ലിക്കൊന്നു. ഇത് ആദ്യമല്ല എന്തല്ല, അങ്ങനെ വെറുപ്പുണ്ടാക്കാണ്. അങ്ങനെ ഹിന്ദു മുസ്ലിം വെറുപ്പുണ്ടാക്കി. ഹിന്ദു മുസ്ലിം എന്ന കാരണം 2 വിഭാഗങ്ങൾ ഇന്ത്യയിൽ ശക്തർ, ബാക്കി ക്രിസ്ത്യൻസ് 2% ഉള്ളൂ, മറ്റു എല്ലാ ന്യൂനപക്ഷ എന്നാലും വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ആ ശക്തർ 2 വിഭാഗം തമ്മിലായിട്ട് ഒരിക്കലും യോജിക്കാത്ത വിധത്തിൽ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. ബേസിക്കലി ഐ എം എ ടീച്ചർ. ഞാൻ പറഞ്ഞ ഒരു രാജ്യത്ത് ഒരു രാജാവ്, ഒരു മന്ത്രി, ആ രാജാവിൻ്റെ രാജ്യത്ത് ഒരു മല്ലനുണ്ട്, ഗുസ്തി വീരൻ. അപ്പോൾ അടുത്ത രാജ്യത്ത് നിന്ന് 2 ഗുസ്തി വീരന്മാർ ഗുസ്തി പിടിക്കാൻ കണ്ടപ്പോൾ അവർ കണ്ടപ്പോൾ നമ്മുടെ ഗുസ്തി വീരന് തോന്നി ഞാൻ ജയിക്കില്ല തോന്നി. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഗുസ്തിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട മന്ത്രി എന്താ പറഞ്ഞറിയോ, നിങ്ങൾ ഗുസ്തി പിടിക്കണ വേണ്ട തീരുമാനിക്കാൻ ഞങ്ങളാണ്, നിങ്ങൾ മാറി നിൽക്ക്. ആ വന്നവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വന്നത്? ഗുസ്തി പിടിക്കാണ്. നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേര്. അപ്പം നിങ്ങൾ 2 പേരിൽ ആര് തമ്മിൽ ഗുസ്തി പിടിക്കുന്നുള്ള അറിയാം, നിങ്ങൾ തമ്മിൽ പിടിക്കുക. നിങ്ങളിൽ പിടിച്ച് ജയിക്കുന്ന ആളായിട്ട് ഞങ്ങളുടെ മല്ലൻ ഗുസ്തി പിടിക്കുക പറയും. അപ്പോൾ അത് ശരിയല്ലേ? അങ്ങനെ അവർ തമ്മിൽ പിടിച്ചു ചോദിച്ചിട്ട് 2 പേരും തോറ്റ് അവസാനിക്കുക, ഗുസ്തി പിടിക്കാതെ തോപ്പിയിട്ട് പോയി. വളരെ യുക്തിയുള്ള കാര്യമാണ്. അപ്പം അതുപോലെയാണ് ഇവിടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കിയാൽ ആ രാജ്യം ഒരിക്കലും നന്നാവില്ല, നന്നായ ചരിത്രമില്ല. ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യണം? പണ്ട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ആയിരുന്നു. അതിപ്പോൾ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ഗോർബച്ചോവ് പോയി, പോപ്പിന് മുമ്പിൽ മുട്ടുകുത്തിയോടി കമ്മ്യൂണിസം പോയി, പിന്നെ സോവിയറ്റ് റഷ്യ തകർത്ത് കളഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊരു ശക്തിയുണ്ട്, ഈ അമേരിക്കയ്ക്ക് ശക്തിയുണ്ട്. ആ ഒരു ശത്രു വേണം. ആ ശത്രുവാണ് മുസ്ലിം ശത്രുതയിൽ വരുത്തിയതും ഇല്ലാത്ത കഥകളുണ്ടാക്കി എത്ര സംഭവങ്ങൾ മുസ്ലിം ആധിപത്യത്തിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് വ്യക്തികളെ ഇന്ത്യയിലെ ആൾക്കാരെ വിലക്കെടുത്തിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അകൽച്ച വന്നാണ് ഇങ്ങനെ തല്ലിക്കൊല്ലിനൊക്കെ വരുന്നത്. ഇതൊക്കെ നാട് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ശേഷിയോ ക്ഷേമുഷിയോ സത്യമോ കഴിവോ നമ്മുടെ ഇന്ത്യയിലെ നിഷ്പക്ഷമതികളായ കോടാനുകൂടി ജനങ്ങൾക്ക് ഇല്ലാതെ പോയാൽ നമ്മുടെ രാജ്യം അപകടത്തിലാവും. അതറിയാം. ഇപ്പം ഞാൻ ഇന്നലെ 10% പേരാണ് ഇപ്പോൾ ഇതിന് തീവ്രമായിട്ട് ചിന്തിക്കുന്നതുള്ളൂ. ബാക്കി 90% ഇപ്പോൾ അതില്ല. പക്ഷെ അതിൽ 10, 20, 30% വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കലൊക്കെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ബുദ്ധിയുള്ള നിഷ്പക്ഷമതികളെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കാര്യം ഉറപ്പാക്കണം. ഈ ന്യൂനപക്ഷ തീവ്രവാദമായാലും ഭൂരിപക്ഷ വർഗീയതയായാലും ഒരുപോലെ എതിർക്കേണ്ടതാണ്. ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല എതിർക്കുക, ന്യൂനപക്ഷ തീവ്രവാദത്തെ എതിർക്കേണ്ടതാണ്. കാരണം അത് നല്ലതല്ല. അങ്ങനെയായി ഇപ്പോൾ പാകിസ്ഥാൻ കിടന്ന് UN കരയുന്നത് ഇന്ത്യ ആക്രമിക്കാൻ വരുന്നതൊക്കെ. അങ്ങനെ തോൽക്കുമെന്ന ഭയം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യ മഹാരാജ്യമായിട്ട് ഒരു വിധത്തിലും യുദ്ധം ചെയ്യാൻ പറ്റിയൊരു സന്നാഹമല്ല പാകിസ്ഥാനിൽ. മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അങ്ങനെ കാശ്മീരിലേക്ക് നൂഞ്ഞു കയറി വരുവാനും വിട്ടാലും ആര് വിട്ടാലും, ഇപ്പോൾ അവരെല്ലാം വിട്ടത് വേറെ പിന്നെ ഇവിടുത്തെ തന്നെ ആൾക്കാരിലോ അത് കണ്ടുപിടിച്ച് അത് തടം ചെയ്യണ്ടേ? ഇതിപ്പോൾ വടി കൊടുത്ത് അടി വാങ്ങിക്കല്ലേ? ഇതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് സമാധാനമില്ലാതെ ജീവിക്കല്ലേ? സമാധാനമുണ്ടോ? പാകിസ്ഥാനിൽ സാധാരണക്കാർക്ക് നല്ല സമാധാനമുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിൽ സാധാരണക്കാർക്കും സമാധാനം ഇല്ല വന്നിരിക്കല്ലേ? അതൊക്കെ മനസ്സിലാക്കാതെ അവർ വെറുതെ ആവശ്യമായ വിഷയം ഉണ്ടാക്കുന്നു. നമുക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു. ഇതിനൊക്കെ പുറകിൽ കളിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളാണ്, അവരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ പാകിസ്ഥാനിലെ ഭരണകൂടവും ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളും മനസ്സിലാക്കുന്നില്ലെങ്കിൽ സംഗതി അപകടത്തിലാണ്.
ഈ ബുദ്ധിയുള്ള ഇന്ത്യയിലെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടി ഉദാഹരണം പറയാം. പണ്ട് വക്കീല് ഒരു പ്രതിക്ക് വേണ്ടി കേസ് നടത്തി. അപ്പോൾ പ്രതിക്ക് വേണ്ടി കേസ് നടത്തിയപ്പോൾ കേസ് ജയിക്കാൻ വേണ്ടി ജഡ്ജി എന്ത് ചോദിച്ചാലും ബബ്ബ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോൾ ഇയാൾ ബാബാ ബാബാ എന്നറിയും, ഒന്നും അറിയാത്ത പറയും. അങ്ങനെ കേസ് തള്ളിപ്പോയി. അവസാനം വക്കീൽ പൈസ കൂലി ചോദിച്ചു, അല്ലെങ്കിൽ ചാർജ് ചോദിച്ചു, ഫീസ് ചോദിച്ചു. അപ്പോൾ ഇയാൾ ബബ്ബ പറഞ്ഞു. ഇപ്പം ഞാൻ പറയാൻ കാരണം കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി അതാണ്, കർണാടക ഭരിക്കുകയാണ്. ഒരു ആൾക്കൂട്ട കൊല കർണാടകയിൽ നടന്നിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയോ എത്രമാത്രം അതിന് പ്രതികരിച്ചു? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ഒരു മന്ത്രിയാണ് ഏതാനും മാസം പറഞ്ഞത്, ഞങ്ങൾ ഗോഖലെ കേസ് വരുന്നവരെ റോഡിൽ പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഒരു മന്ത്രിയാണ് പറഞ്ഞത്. എവിടെ ചെന്നെത്തി? ഇത് രാഹുൽ ഗാന്ധി ഇവിടുത്തെ സതീഷോലും മനസ്സിലാകുന്നുണ്ടോ? ആൾക്കൂട്ടക്കൊല മലപ്പുറത്തുകാരൻ പോയി പയ്യനെ ആൾക്കൂട്ടക്കൊല്ലി കർണാടകത്തിൽ കൊന്നിട്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി മറ്റു മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം അവരിപ്പോൾ സംഘപരിവാരമായിട്ട് ഒത്തുവെക്കൊണ്ട് അവർക്ക് എതിരെ വരാവുന്ന ഒരു കാര്യത്തിലും മാർക്സിസ്റ്റ് പാർട്ടി മിണ്ടുന്നില്ല. പിണറായി മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയും മിണ്ടുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞു, അവർക്ക് നമുക്കുകളില്ല. അപ്പോൾ അവർ അങ്ങനെ ആയിക്കഴിഞ്ഞു. പിന്നെ കോൺഗ്രസ്സില്ലേ? കോൺഗ്രസ് പ്രതികരിച്ചോ? എന്ത് മാത്രം കോൺഗ്രസ് തന്നെ പ്രതികരിച്ചു? ആര് പ്രതികരിച്ചു? ഏത് കോൺഗ്രസ്? ഇനി കർണാടക ഭരിക്കുന്ന ആരാണ്? കാര്യം 10, 18, 20 അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമാവോ? ഒരു സംഭവം ഉണ്ടാകാൻ നോക്കണ്ടേ? ഉണ്ടായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ 2, 3 മാസം കഴിയുമ്പോൾ അതൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിട്ടു. ആൾക്കൂട്ടല്ലേ, കൃത്യ തെളിവ് ഉണ്ടാവില്ലല്ലോ, ഒരു വ്യക്തി ചെയ്യുമ്പോഴല്ലോ അത് വിട്ടുപോകും. അത് തന്നെയല്ല ഞാൻ പറയും, കോൺഗ്രസ് കുറ്റം പറയല്ല. കോൺഗ്രസ് കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസിനുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ അവർ 20% വരുന്ന ന്യൂനപക്ഷങ്ങളുടെ ബ്ലോക്ക് വോട്ട് കിട്ടും. അങ്ങനെ ഏതെങ്കിലും പാർട്ടി ഇന്ത്യയിലുണ്ടോ 20% കിട്ടുക വോട്ട് കിട്ടുക? അതിൽ 99.9% വോട്ടും കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ ധൈര്യമായിട്ട് പറയുന്നില്ല. അത് നിങ്ങളിപ്പോഴും പറയും മൃദു ഹിന്ദുത്വം പറയുന്നത്. അത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ സമുദായമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് വഖഫ് നിയമം, വഖഫ് ബില്ലും വഖഫ് നിയമവും. അതിനുവേണ്ടി ഇവിടുത്തെ ചില അച്ഛന്മാർ പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവർ വാക്ക് കേട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇന്ത്യ വിട്ടു പോയതെന്നും രാഹുൽ ഗാന്ധി മിണ്ടായതെന്നും ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ? അവർക്ക് ഇപ്പോഴും പാതിമാരല്ലെങ്കിൽ സഭ പറയുന്ന കാര്യം ധിക്കരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ധിക്കരിക്കണ്ട. അത് മൃദു ഹിന്ദുത്വം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾ പിണങ്ങുന്നതായിട്ട് മൃദു ഹിന്ദുത്വം കൊടുക്കാണ്. ഇവിടെ പൊന്ന് മനുഷ്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കുക. ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഉപ്പ് എന്ന് പറഞ്ഞാൽ തീവ്ര വർഗീയമായ ഒരു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? അപ്പം നിങ്ങൾ ഇനി ഇത് മൃദു ഹിന്ദുത്വം പറ്റി എന്ത് കാര്യം? നിങ്ങൾക്ക് അതുമില്ല ഇതുമില്ലാതെ പോകില്ലേ? പണ്ടൊരു പൂത്താങ്കിയിൽ ഒരു കിളിയുണ്ട്, അത് പറക്കാൻ പഠിച്ച് അവസാനം പറക്കാൻ പറ്റിയില്ല, നടക്കും മറന്നു. അത് ബാക്കിലേക്ക് നടക്കുന്നത് കഥ പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടിട്ട് ഞങ്ങളെ ആ ബാക്കിലേക്ക് അത് നടക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ മൃദു ഹിന്ദുത്വം പറ്റി നടക്കില്ലേ? നടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളെല്ലാം ഈ കേരളത്തിൽ ഇപ്പം CPM കാണിക്കുന്നില്ല, വിട്ടുവീഴ്ച ചെയ്ത് സംഘപരിപാടി ചോദിച്ചു പോവാം. ബാക്കി ചാത്തോടെ കൊല്ലോട്ടെ, നിങ്ങൾക്ക് സംഘപരിപാടി ചോദിച്ചു പോവാം. കേരളത്തിൽ CPM ചെയ്യുന്നത് സംഘപരിവാറിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ചിരിച്ചായാലും ചിരിക്കാതെയായാലും പറഞ്ഞാലും ഏതായാലും ചെയ്യുന്നത് മുഴുവൻ സംഘപരിവാർ ധാരണയാണ്. സംഘപരിവാറിന് വേണ്ടിയല്ലേ? ബുദ്ധിയുള്ളവരുണ്ടെന്നേ കേരളത്തിൽ. സംഘപരിവാറിന് വേണ്ടിയല്ലേ ആ പയ്യനെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി കത്താക്കിയത്, ഇപ്പം ജാമ്യം കൊടുത്തൊക്കെ. അന്ന് നമ്മുടെ കാർന്നവരെന്താ മന്ത്രി പറഞ്ഞത്? അതൊക്കെ കോഴി തെളിയിക്കിട്ടെന്നാ. അങ്ങനെയാണോ മന്ത്രി പറയേണ്ടത്? അത് നിയമത്തിൽ ഒഴുക്കി പോട്ടെ എന്നല്ലേ പറയേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും 90 വയസ്സായി കാതോർക്ക് പോലും ഒരു പിന്നോക്ക തെളിവ് ന്യൂനപക്ഷങ്ങൾ താല്പര്യമില്ലെന്ന്. സംഘപരിവാറിന് വേണ്ടി കൊല്ലുന്നതാണ്, പിണറായിക്ക് വേണ്ടി കൊല്ലുന്നതാണ്. ഇപ്പം ഒരു കാര്യം പറയില്ല, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നോ? അവിടെയാണ് കോൺഗ്രസ്, ഉമ്മൻചാണ്ടി കോൺഗ്രസും അവർ വൃത്തികേട് കാണിച്ചത്. അന്ന് നേമത്ത് കോൺഗ്രസിനെ ഒരു അപ്രസക്തനെ സ്ഥാനാർത്ഥി നിർത്തി ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാതെ അന്ന് ഇയാളെ ജയിപ്പിച്ചെടുത്തില്ലേ രാജഗോപാലിനെ നേമത്തെ? അന്ന് തീർന്ന് കോൺഗ്രസ് കാര്യം.
അത് മാത്രമല്ല, അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ. അത് മാത്രമല്ല, അറബിക് സർവകലാശാല 40% വോട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ അറബിക് സർവകലാശാല വേണ്ടി കോൺഗ്രസ് മിണ്ടിയിൽ തിരിഞ്ഞു നോക്കിയില്ല. അതൊക്കെ കാരണം അതൊക്കെ ഞാൻ ഇന്നും പറഞ്ഞു കോൺഗ്രസ് നിങ്ങൾ കുഞ്ഞാക്കായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആ അറബിക് സർവകലാശാല നടത്താൻ കാരണം വ്യക്തമായിട്ട് പറയണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ മുസ്ലിം ലീഗ് വേറെ കാര്യം, നിങ്ങളെ പേരൊന്നും മാറ്റ്. നിങ്ങൾ പേര് മാറ്റി കോമൺ ഒരു ദേശീയ ധാരയിൽ നിന്ന് പ്രവർത്തിക്കുക. നിങ്ങൾ തലയുർത്തി നിങ്ങൾക്ക് വെള്ളാപ്പിള്ളക്ക് നിങ്ങൾ ധൈര്യമായിട്ട് ചോദ്യം ചെയ്യാം. ഇവിടെ നിങ്ങൾ മുസ്ലിം എന്ന പേര് പറഞ്ഞിട്ട് വെള്ളാപ്പിള്ളക്ക് ചോദ്യം നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടാവും? ഇപ്പൊ രാഹുൽ ഗാന്ധി മൃദു ഹിന്ദുത്വം, രാഹുൽ ഗാന്ധി കോൺഗ്രസ് മൃദു ഹിന്ദുത്വം കാണിക്കും പോലെ നിങ്ങൾക്ക് മൃദു ഇതിൽ കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ മുസ്ലിമിന്റെ പേര് മാറ്റോടുക്കാക്ക, എന്നിട്ട് നിങ്ങൾ ദേശീയധാരയിൽ വരൂ. നിങ്ങൾക്ക് RSSന്റെയോ BJPയുടെയോ അല്ലെങ്കിൽ വെള്ളാപ്പിളൊക്കെ മുഖത്തേക്ക് ചോദിക്കാം എന്താ കാര്യമെന്ന്. ഇത് നിങ്ങൾ ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ പിന്നെ സമുദായത്തിന് പറയുന്നത് ആത്മീയതയും ഭൗതികയും നിങ്ങൾ യോജിപ്പിച്ചു കൊണ്ടുപോവാണ്. അതാണ് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ ഇന്ന് ഇന്ത്യയിൽ എന്താണ്? നിങ്ങളിപ്പോൾ കാര്യം ഡൽഹിയിൽ പോയി എന്തൊരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് 25-ാം തീയതി. അതൊന്നും കാര്യമായില്ല. 75 വർഷമായെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. 75 വർഷമായ നിങ്ങളുടെ അവസ്ഥ എന്ത്? 75 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസ്ഥ ഇന്ത്യയിൽ എന്ത്? 1980 തുടങ്ങിയാണെങ്കിൽ 55, 45 വർഷമായി BJPയുടെ അവസ്ഥ എന്ത്? ഇത് മൂന്നും ബുദ്ധിയുള്ള ലീഗുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പഠനം ചെയ്യാൻ പാടില്ലേ? അവർ കൃത്യം ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി ഒക്കെ ശരിയാണെങ്കിലും 75 വർഷം കഴിഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ വളർച്ച. ഇന്ന് കുഞ്ഞാക്കെന്നാൽ പറയല്ല, എനിക്ക് ഞങ്ങൾ 3 MP, 2 രാജ്യസഭ മെമ്പർമാർ, 5 പേരുണ്ടെന്ന്. വലിയ കാര്യമായിപ്പോയില്ലേ? എടോ, ഈ ആദ്യത്തെ പാർലമെന്റ് ഇലക്ഷനിൽ മുസ്ലിം സമുദായത്തിൽ 100ഓളം MP ഉണ്ടായിരുന്നു. 100ഓളം MP മുസ്ലിം സമുദായത്തിലായിരുന്നു. ലീഗിൽ നിന്നല്ലത്, കോൺഗ്രസിനായിരുന്നു. ഇന്നെവിടെ പോയി? 10-12 പേരെ ആകെയുള്ളൂ. എടോ, കുഞ്ഞാക്ക് പറയുന്നത് ഞങ്ങൾ 3 രാജ്യസഭ പാർലമെന്റ് മെമ്പറും 2 രാജ്യസഭ മെമ്പറും ഉണ്ട്. അത് വലിയ കാര്യമാണ്. അവർ നിങ്ങൾ കോൺഗ്രസ് പിന്നെ ലീഗിന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി, CPIM ഉൾപ്പെടെ എന്തിവിടെ പോയി? ഇന്ത്യയിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടിയായിരുന്നാണ്. AKGയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നാണ് പാർലമെന്റിൽ. AKG പ്രസംഗിക്കുമ്പോൾ പാർലമെന്റ് നിശബ്ദ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാണ്. ആ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എന്താണ് പെടുന്നുള്ളത്? ഇപ്പൊ പിണറായി അടുക്കി ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 75 വർഷം കഴിഞ്ഞ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 75 വർഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അത് നശിച്ച് താഴേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിഹാരം കാണില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സവർണ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നു, ലീഗുകാർ ഈ മുസ്ലിം എന്ന ആ മതപ്പാർട്ടിയായിട്ട് പോകുന്നു. ഇത് രണ്ടുമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. പക്ഷേ BJP സ്ഥാനത്തല്ല, അവർ പിന്നോക്ക കയ്യിലെടുത്തല്ല. ദളിത് കയ്യിലെടുത്ത് പ്രസിഡന്റാക്കി, പിന്നോക്ക കയ്യിലെടുത്ത് പ്രധാനമന്ത്രിയാക്കി. നിങ്ങളോ? ഇതൊക്കെ മനസ്സിലാക്കാൻ ഇനി എത്ര കൊല്ലം വേണം? അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗൊന്നും കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ പാവം മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിന് പോലും ചിന്തയില്ലാതെ പോലും നല്ലത്. നിങ്ങളെ മുസ്ലിം എന്ന പേര് മാറ്റി നിങ്ങൾ ഒരു ദേശീയ ധാരയിൽ വരൂ സുഹൃത്തുക്കളെ. നിങ്ങൾ തൊപ്പി വെച്ചോ പച്ചക്കൊടി വെച്ചോ അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ജനതാദൾ പച്ചക്കൊടിയില്ലേ? ജനതാദൾ VP സിംഗ് തൊപ്പി വെച്ചല്ലേ? MGR തൊപ്പി വയ്ക്കല്ലേ? പലതും തൊപ്പി, അതൊന്നും വിഷയമല്ല. പക്ഷെ നിങ്ങൾ പേര്, ആ മുസ്ലിം എന്ന ജാതി പേര്, ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം എന്ന വാക്കിന് യാതൊരു കുഴപ്പമില്ല. മറ്റേതു മതത്തേക്കാൾ ഒരു പിടി ഒപ്പമോ അല്ലെങ്കിൽ ഒരു പിടി മുന്നിൽ നിൽക്കുന്ന മതമാണ് മുസ്ലിം മതം, ഇസ്ലാം മതം. അതല്ല കുഴപ്പം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നിങ്ങൾ വില പോകുന്നു, നിങ്ങൾ വെയിറ്റ് പോകുന്നു. കാരണം നമ്മളൊരു മലവെള്ളം ഒഴുകി വരാണ്. നമ്മുടെ കയ്യിൽ 15 ലിറ്റർ കൊള്ളുന്ന പാത്രം ഉള്ളെങ്കിൽ ആ 15 ലിറ്ററിൽ കൂടുതൽ ബാക്കി ഒഴുകി പോയല്ലോ. അപ്പം നിങ്ങൾ ഈ 15% അല്ലെങ്കിൽ ഇപ്പോൾ 20% വയ്ക്കുക കൂടുതൽ. 20%-ൽ നിന്ന് നിങ്ങളുടെ ഒരു വിഭാഗം മാത്രം വന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ദേശീയധാരയിൽ ജാതി പേര് ഒഴിച്ച് ബാക്കി, അത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പറയും, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നാക്കി പറഞ്ഞു, പേര് പോലും പറഞ്ഞു കൊടുത്തല്ലോ. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം പേര് മാറ്റപ്പെടുന്നത്? അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളെ സവർണ മേധാവി മാറ്റി പിന്നോക്ക രാഷ്ട്രീയത്തിലിറക്കുന്നേ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത് സംസാരിക്കുന്ന കണക്കല്ലേ. 75 വർഷം കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 78 വർഷം കഴിഞ്ഞ മുസ്ലിം ലീഗ് അവസ്ഥ എന്ത്? 45 വർഷം കഴിഞ്ഞ BJPയുടെ അവസ്ഥ എന്താ? ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്?
അപ്പോൾ അടിസ്ഥാനപരമായ തെറ്റുകൾ എന്താണ്, വീഴ്ച എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോഴും പിടിച്ച മൊയിലിൽ 3 കൊമ്പ് എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നോക്കിലേക്ക് എത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റുന്നില്ല. നായർ മുതൽ മുകളിലുള്ള വിഭാഗത്തിലേക്ക് ഒതുങ്ങി പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാനിപ്പോൾ പിണറായി വിജയനെ ജനറൽ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയൊക്കെ നിൽക്കും, അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതിന് പുള്ളിക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല, ഭാഷ അത്ര ഇംഗ്ലീഷ് അത്ര ഇതൊന്നുമല്ല. പിന്നീട് പല പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനായില്ല. പുള്ളി ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ ഒതുങ്ങി ബേബിയെ കൊണ്ടു വെച്ച്. ബേബിക്കൊന്നും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കണേ പണ്ടേ ഉണ്ടാക്കില്ലേ, 75-80 വയസ്സായപ്പോഴും ഉണ്ടാക്കുന്നത്. ഇവിടെ മഹാന്മാരെല്ലാം 50-40 വയസ്സിലൊക്കെ ഉണ്ടാക്കിയത്. അംബേദ്കർ ഉണ്ടായി, മൗലാന ആസാദ് ഉണ്ടായി, ഗാന്ധി, നെഹ്റു ഒക്കെ ഉണ്ടാക്കി. അവരൊക്കെ എത്തിയതിന് 40-50 വയസ്സിലേക്കാണ്, അല്ല 90 വയസ്സാകുമ്പോഴല്ല. അതാണ് സംഗതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനിയിപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം കാണിക്കുന്ന ഒരു വൃത്തികേടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ചിലവർ അല്ല. ഇപ്പോൾ ഇന്നലെ നമ്മളെ ഒരു കർമ്മനെ കുറിച്ച് പറഞ്ഞു, കർമ്മമായിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എറണാകുളം സിറ്റിയിൽ ചില മേഖലകളിൽ ഇപ്പോഴും ചില മുസ്ലിങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് സംഘപരിവാർ പറഞ്ഞു കൊടുത്തത്. ക്രിസ്ത്യാനിറ്റി ഈ പറഞ്ഞ കർമ്മനെ കിട്ടുമെന്ന്. അത് കിട്ടാമുള്ള കറമ്പ. ഒരു കാര്യം മനസ്സിലാക്ക്, നിങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോഴേ ആ മീനിൻ്റെ വായിൽ നമ്മൾ ചൂണ്ടയുടെ അംശം ഉണ്ടാവും, പക്ഷെ അത് തിന്നാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് ചൂണ്ടയിൽ കൊടുത്ത് ചത്തുപോവാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാലം ഇന്ത്യയിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച് സ്വപ്നം കണ്ടിരുന്നാണല്ലോ, നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോഴും നിങ്ങളെല്ലാം തല്ലിക്കൊന്നിരിക്കും. മുസ്ലിങ്ങളെ മുഴുവൻ ഒതുക്കി അവർ സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ധാരണ പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും നിങ്ങളൊക്കെ തല്ലിക്കൊല്ലും. ഇപ്പം ചില ദളിതുകളോട് പറഞ്ഞത് അവിടെ ആ മുസ്ലിമുണ്ട് അതിൻ്റെ സ്ഥലമൊക്കെ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് പുറത്ത് കേൾക്കുന്നത്. എന്തുമാത്രം ശരി എനിക്കറിയില്ല. അത് കണ്ട് ആഘോഷത്തിൽ നടക്കുന്ന ചില ദളിതുകളുണ്ട്, ചില പിന്നോക്കരുണ്ട്. അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഈ 30 കോടി ജനങ്ങളിൽ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ എത്ര ലക്ഷം കോടി ഡോളർ മുടക്കിയിട്ടും ആ കൊന്ന് 50,000 പേരെയാണ്, 10-50,000 പേർക്ക് പരിക്ക് പറ്റി. ആകെ 1 ലക്ഷം പേരെയാണ് ഒതുക്കിയത്. എത്ര ആയിരം ലക്ഷം കോടി ഡോളർ മുടക്കി. അതുപോലെ ഈ 30 കോടി ജനങ്ങളെ അങ്ങ് ബാഷ്പം പോലെ ആക്കും. 1-2 പേര് കൊല്ലാനൊക്കെ പറ്റും. അല്ല അത് നടക്കുന്ന കാര്യം ആ സ്വപ്നം കാണല്ലേ. എൻ്റെ കരിങ്കാടോ എന്നിട്ടുണ്ടല്ലോ, കരിക്കാടട്ടെ അങ്ങനെ പറയല്ലേ. നിങ്ങൾക്ക് പറയുന്ന ഭാഷ എത്ര ധിക്കാരവും അഹങ്കാരവും അറിവില്ലായ്മയാണെന്നറിയോ. മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോയിക്കൊന്ന് നിങ്ങൾ തിരിച്ചു തന്നല്ലേ. എടോ പറഞ്ഞത് കൂടി എവിടെ നിങ്ങൾക്ക് പറയുന്ന അവകാശം, അത് ആർക്കെങ്കിലും പറയാൻ അവകാശം ഉണ്ടോ? ഇന്ത്യ ആരുടെയും കുത്തിയാണോ? ഒരാളുടെ കുത്തിയാണോ ഇന്ത്യ? അത് ഇന്ത്യക്കാരുടെയാണ്. അവർ ആർക്കും പ്രത്യേകത മേൽക്കോയ്മയില്ല, ആർക്കും ഇല്ല. ഇവിടെ സവർണനുമില്ല, പിന്നൊക്കെ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിക്കില്ല, ആർക്കുമില്ല. ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യക്കാരുടെയാണ്. എന്നിട്ട് പറയണത് ചാലിയാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറയണത് നിങ്ങൾക്ക് തന്നല്ലേ, ഇനി ഞങ്ങൾ ഇത് നിങ്ങൾ മാത്രമല്ല, ഒരു PC ജോർജ് ഉണ്ട്, അവനും പറഞ്ഞു പരസ്യമായിട്ട്. നിങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ അറിയണത്. ഇത്ര ഞാൻ വിക്ഷുബ്ധമായിട്ട് പറയാൻ കാരണം എന്നറിയോ, ഇതൊക്കെ ഞങ്ങളിപ്പോൾ പറഞ്ഞില്ല, പിന്നെ ആര് പറയും? ഇവിടെ എല്ലാം MLA കാത്തിരിക്കൊന്നും മിണ്ടൂല്ല. എന്തെങ്കിലും കർണാടകയിൽ ഒരു പയ്യൻ തല്ലിക്കൊന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എത്ര പേര് ശബ്ദിച്ചു, ദേശീയ ലെവലിൽ ശബ്ദിച്ചു. അത് ഒരു വിദേശ വനിത കാലുകെറ്റി വീണപ്പോഴും നമ്മുടെ മോഹൻലാലൊക്കെ ഉള്ളോ എത്ര സങ്കടപ്പെട്ടു പറഞ്ഞു. ഒരു വിദേശ വനിത കാലുകെറ്റി വീണ് കൊച്ചിയിലെ ട്രിവാൻഡ്രത്ത് വെച്ച് അവിടെ മോഹൻലാൽ ഇത് മോഹൻജി മിണ്ടിയോ? ഏതൊരു സിനിമാക്കാർ മിണ്ടിയോ? ദേഹാ തട്ടിക്കൊന്ന് ശരിയായില്ല. ഒരു മന്ദബുദ്ധി അല്ലെങ്കിൽ ഭ്രാന്ത് ഒരു മാനസിക രോഗിയാന്ന് പറഞ്ഞത്. മാനസിക രോഗിയാണെങ്കിൽ അങ്ങനെ അമ്പലത്തിനടുത്ത് എന്തെങ്കിലും തല്ലിക്കൊല്ലാണോ നിയമം? അതിനെതിരെ പ്രതികരിച്ചോ? ഇതാ പറയുന്നത്, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഈ ലോകത്ത് ആരുമില്ലാതെ വരും. നമ്മൾ അന്ധമായ BJP വിരോധം, അന്ധമായ RS വിരോധം അല്ല പറയുന്നത്. ഞങ്ങളങ്ങനെ പറയുന്നവരുമല്ല. പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങൾ അന്ധമായിട്ട് ആരും എതിർക്കില്ല. ആ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ നിലപാട് നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നത്, അല്ല അന്ധമായിട്ട് മുൻ ഉപാധിയോട് പറയാറില്ല. അപ്പം പറഞ്ഞു വരെ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ കൊളംബോ സ്റ്റേറ്റിലെ തീരുമാനം എടുക്കാൻ ജഡ്ജിമാരും മടിക്കുന്ന പോലെ ലോകത്ത് നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, കൊണ്ടു നടക്കുന്നത് ഈ 3 ലോബികളാണ്. ഇത് ആയുധ ലോബി, അവയവ ലോബി, ലഹരി ലോബിയാണ്. ഇതാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും
ലഹരി മാ ലഹരി മാഫിയകൾക്കെതിരെ ഇന്ത്യ രാജ്യം മുഴുവൻ പ്രതികരിച്ചാലും 100% വിജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം അതിനേക്കാൾ അപ്പം ഞാൻ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടന പുകവലി നന്നല്ല എന്ന് പറഞ്ഞാൽ $100 കോടി പരസ്യം കൊടുക്കുമല്ലോ പെർ ഇയർ. പക്ഷെ എന്തിനാ അറിയാത്തത്? അപ്പം $100 കോടി പരസ്യം കൊടുക്കും, $10,000 നിങ്ങൾ വലിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഉമ്മത് മുങ്ങിപ്പോവും. അതുപോലെ ലോകത്ത് ഇന്ന് നയിക്കുന്ന വിഭാഗം ഈ പറഞ്ഞ 3 മാഫിയകളായതുകൊണ്ട് നമ്മൾ സാധാരണക്കാരെന്ന് പിന്നെ ലഹരി വിരുദ്ധം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വലിയ അപകടത്തിലാണ്. കാരണം കാര്യമില്ലെന്ന് പറയാൻ കാരണം അതിൻ്റെ അടിസ്ഥാന കാരണം കാണുന്നില്ല. ഈ പണ്ട് ഈ പലചരക്കടയിൽ മായം ചേർക്കും, പരിപ്പിൽ മായം ചേർക്കും. എവിടുന്നോ 5 കിലോ പരിപ്പ് വാങ്ങി വിൽക്കുന്നതാണ് ഫുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഉറവിട ഉൽപ്പാദക കേന്ദ്രം കമ്പനിയിൽ അവിടെ പോകില്ല. ആ കടക്കാരെ പിടിച്ച് സാമ്പിൾ വെച്ച് അവന് പഴയടിക്കുക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കും. അതുപോലെയാണ് ഇപ്പോൾ 1/2 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ച് അവനാണ് ഇപ്പോൾ അകത്താകുന്നത്. ഇത് എവിടുന്ന് കിട്ടി? ആര് കൊണ്ടുവന്നു? ഇതിൻ്റെ പുറകിൽ ആര്? ഇത് അന്വേഷിക്കാൻ ഇവിടുത്തെ ഒരു എക്സൈസ് വകുപ്പ് രാഷ്ട്രീയ പാർട്ടിയും ഇല്ല. കാരണം അതിനപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്. അവർ തകർത്ത് കളയും. ഞാൻ ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റിനെ തകർത്തുള്ള വല്ലാണോ ഇവിടുത്തെ പിണറായി വിജയൻ തകർക്കാൻ, അല്ലെങ്കിൽ ഒരു എക്സൈസ് മന്ത്രി തകർക്കാൻ? അതുകൊണ്ട് അവർ നിലനിൽപ്പ് നോക്കിയിട്ട് ഒരു പരിധി വരെ വലിയ മത്സ്യത്തൊക്കെയാണ് ഈ കൊക്ക് എന്ന് പറഞ്ഞ പക്ഷി കണ്ണടക്കും പോലെ വലിയ കേസ് മാറിയേക്കും. അല്ലെങ്കിൽ രക്ഷയില്ല, അവരുടെ ജീവൻ പോലും പോകും. അതാണ് ഉദാഹരണം. അപ്പോൾ ഏതായാലും ഈ ആൾക്കൂട്ട കൊലയും ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.